ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് എന്ത് പറയണം? ആദ്യ പകുതിയിൽ പറഞ്ഞതിന് അപ്പുറത്തേക്ക് രണ്ടാം പകുതിയിൽ പറയാൻ വന്നു കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ അതേ ഗോൾ ലെവൽ തന്നെയാണ്. പിന്നെ അറ്റാക്കിംഗ് ഇൻഡെക്സിൽ രണ്ടാം പകുതിയിൽ രണ്ട് ടീമുകളും മികച്ചു വന്നു. മത്സരം ഹീറ്റ് മൊമെന്റിലേക്ക് പോയി. നമ്മുടെ ആശാനും കാട് കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവസരങ്ങൾ തുലയ്ക്കുന്ന കാര്യത്തിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. സച്ചിൻ മോനെ, യു ആർ മേക്കിംഗ് ടു മെനി ബ്ലണ്ടേഴ്സ്. 4 മത്സരങ്ങളിലും സച്ചിൻ സുരേഷിന്റെ ബ്ലണ്ടർ കൊണ്ട് നമ്മൾ ഗോൾ വഴങ്ങുന്നതിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ സച്ചിൻ ഇതിന്റെ പേരിൽ അങ്ങോട്ട് കുറ്റപ്പെടുന്നതല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു സച്ചിൻ സുരേഷിന്റെ കാര്യത്തിൽ. ഇപ്പം പയ്യൻ സുകുമാർ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവേണ്ടത്. അവന്റെ ആക്യുറസി വേറെ ലെവലാണ്. സച്ചിന് അത്ര ആക്യുറസി വരുന്നില്ല. സച്ചിന്റെ റിയാക്ഷൻ സ്പീഡിന്റെ കാര്യത്തിലായാലും വളരെ കുറവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചത് പ്രീതം കോട്ടാറിന്റെ മികവ് ആണ് എന്ന് പറയും. ആദ്യ പകുതിയിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം നമ്മുടെ നവാസ് ഉദോയി കാഴ്ചവെച്ചു. രണ്ടാം പകുതിയിൽ അത് തന്നെ തുടർന്നു. ലൂണയൊക്കെ വന്ന് ചില മിന്നലാട്ടങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയെങ്കിൽ പോലും ഗോളിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം തന്നെ നിന്നു. കലിംഗയുടെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിന്റെ ചിഹ്നം വിളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. രാഹുൽ കെപിയുടെ പ്രകടനം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നത് എടുത്തു പറയണം. പിന്നെ ഡാനിഷ് ഫറൂഖ് മോനെ, ഡാനിഷിനെ ഞാൻ കുറ്റം പറയുന്നില്ല, ഈ മാനേജ്മെന്റിനെയാണ് കുറ്റം പറയേണ്ടത്. ഡാനിഷിന് പകരം ഒരു പ്രോപ്പർ അപ്ഗ്രേഡേഷൻ വേണ്ടതായിരുന്നു. ജീക്സിനെ വിട്ട് കളയുമ്പോൾ ജീക്സിന് പകരം അവിടെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ അല്ലെങ്കിൽ ജീക്സിനോടൊപ്പം നിൽക്കുന്ന ഒരാളെങ്കിലും വേണമായിരുന്നു. പക്ഷേ പടയാളികൾക്ക് നിഖിലേട്ടൻ ദൈവമായിരിക്കാം, നിഖിലേട്ടൻ എല്ലാം ആയിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സ് കയ്യിലിരുന്ന മത്സരം കൊണ്ട് തുലച്ചു കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റഫറി ഗുണ്ടുമോൻ കാണിച്ച പരിപാടി. നവാസ് ഉദോയി ആ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് ബ്ലാസ്റ്റേഴ്സിന് ഡിസർവ് ചെയ്യുന്നതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും റഫറി വിജയം കവർന്നെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. ആക്ച്വലി ബ്ലാസ്റ്റേഴ്സ് ഡിസർവ് ചെയ്യുന്ന ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് തന്നെയായിരുന്നു നോഹയുടെ ഫോളിൽ. ബ്ലാസ്റ്റേഴ്സിന് പെനാൽറ്റി ഡിസർവ് ചെയ്യുന്നതായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആരാധകർ വരെ പരസ്യമായിട്ട് ട്വീറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം റോബ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പെനാൽറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിസർവ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ റഫറിങ് സിസ്റ്റം നല്ലതായതുകൊണ്ട് തന്നെ